പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. മാതാപിതാക്കളും സോദരർ ബന്ധുക്കൾ ആരുവെടിഞ്ഞിടിലും അനാഥനായി നിന്നെ കൈവിടുകില്ലെന്ന് അരുളിയോൻ കൂടെയുണ്ട്. അനാഥനായി നിന്നെ കൈവിടുകില്ലെന്ന് അരുളിയോൻ കൂടെയുണ്ട്. ആശ്രയിപ്പാനൊരു നാമമുണ്ടെങ്കിലത് യാഹല്ലാതാരുമില്ല. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. കഷ്ടങ്ങളേറുമ്പോൾ ആവശ്യങ്ങൾ ഏറിലും സഹായിപ്പാനായി സ്വർലോകനാഥന്റെ കരങ്ങൾ കുറുകിട്ടില്ല. സഹായിപ്പാനായി സ്വർലോകനാഥന്റെ കരങ്ങൾ കുറുകിട്ടില്ല. ആശ്രയിപ്പാനൊരു നാമമുണ്ടെങ്കിലത് യാഹല്ലാതാരുമില്ല. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 48-ാം അധ്യായം 21 22 വാക്യങ്ങൾ വായിക്കാം. യോസേപ്പിനോട് ഇസ്രായേൽ പറഞ്ഞത്, ഇതാ ഞാൻ മരിക്കുന്നു, ദൈവം നിങ്ങളോടുകൂടെ ഇരുന്ന് നിങ്ങളെ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദേശത്തേക്ക് മടക്കിക്കൊണ്ടുപോകും. എൻ്റെ വാളും വില്ലും കൊണ്ട് ഞാൻ അമോര്യരുടെ കയ്യിൽ നിന്ന് പിടിച്ചടക്കിയ മലഞ്ചെരിവ് ഞാൻ നിൻ്റെ സഹോദരന്മാരുടെ ഓഹരിയിൽ കവിഞ്ഞതായി നിനക്ക് തന്നിരിക്കുന്നു. അപ്പനായ യാക്കോബ് തൻ്റെ വത്സലപുത്രനായ യൗസേപ്പിനെ അനുഗ്രഹിക്കുകയാണ്. മരണത്തോടടുത്ത സമയത്ത് തൻ്റെ പ്രിയമകനെ അപ്പനായ യാക്കോബ് അനുഗ്രഹിക്കുകയാണ്. ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ എന്നാണ് അനുഗ്രഹം. എന്താണ് മനുഷ്യന് കിട്ടേണ്ടതായ അനുഗ്രഹം? സമ്പത്തല്ല മനുഷ്യന് കിട്ടേണ്ടതായ അനുഗ്രഹം. ഈ ലോക സൗഭാഗ്യങ്ങളൊന്നുമല്ല മനുഷ്യന് കിട്ടേണ്ട ശാശ്വതമായ അനുഗ്രഹം. യഥാർത്ഥമായ അനുഗ്രഹം ഏതാണ്? പ്രിയപ്പെട്ടവരെ, ദൈവം കൂടെ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ദൈവം കൂടെ ഇരിക്കുക. നമ്മുടെ കൃഷിനിലത്ത് ദൈവം നമ്മോട് കൂടെ ഇരിക്കുക. നമ്മുടെ ഓഫീസിൽ ദൈവം നമ്മോട് കൂടെ ഇരിക്കുക. നമ്മുടെ ബിസിനസ് രംഗത്ത് ദൈവം നമ്മോട് കൂടെ ഇരിക്കുക. നമ്മുടെ ഊണുമേശയിൽ ദൈവം നമ്മോട് കൂടെ ഇരിക്കുക. നമ്മുടെ കിടപ്പറയിൽ ദൈവം നമ്മോട് കൂടെ ഇരിക്കുക. നമ്മുടെ യാത്രയിൽ ദൈവം നമ്മോട് കൂടെ ഇരിക്കുക. നമ്മുടെ രോഗത്തിൽ ദൈവം നമ്മോട് കൂടെ ഇരിക്കുക. നമ്മുടെ സമൃദ്ധിയിലും സുഭിക്ഷതയിലും ദൈവം നമ്മോട് കൂടെ ഇരിക്കുക. ദൈവം കൂടെ ഇരിക്കുക എന്നുള്ളത് അത്രേ പരമമായ ശ്രേഷ്ഠ അനുഗ്രഹം. ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ചിന്തിപ്പീൻ, ഈ അനുഗ്രഹം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ദൈവം കൂടെ ഇരിക്കട്ടെ മകനെ എന്നാണ് അപ്പൻ യൗസേപ്പിനെ അനുഗ്രഹിക്കുന്നത്. ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ എന്നാണ് അപ്പനായ യാക്കോബ് യൗസേപ്പിനെ അനുഗ്രഹിക്കുന്നത്. യൗസേപ്പിന് തൻ്റെ മക്കൾ രണ്ടുപേരും കൂടെ നിൽക്കുന്നുണ്ട്.
ഈ യൗസേപ്പിനോടും മക്കൾ രണ്ടുപേരോടും, അങ്ങനെ ആ 3 പേരോടും പ്രത്യേകിച്ച് യാക്കോബ് അനുഗ്രഹിച്ച് പറയുകയാണ്, ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. എന്തോ ഒരു ഭാഗ്യകരമായ അനുഗ്രഹം, എന്തോ ഒരു അനുഗ്രഹീതമായ അന്തരീക്ഷം, എത്ര ശോഭനമായ ഒരു നല്ല പശ്ചാത്തലം. നോക്കൂ, മരിക്കാൻ കിടക്കുമ്പോഴും അനുഗ്രഹം വഴിഞ്ഞൊഴുകുകയാണ്. മരിക്കാൻ കിടക്കുമ്പോഴും നാവിലൂടെ ഒഴുകുന്നത് ശാപവാക്കുകളല്ല, ആക്രോശങ്ങളല്ല, ഞരക്കങ്ങളല്ല, ഭീതിപ്പെടുത്തുന്ന ശബ്ദമല്ല, എന്നാലോ അനുഗ്രഹത്തിൻ്റെ വചസ്സുകളാണ്, അനുഗ്രഹത്തിൻ്റെ വാക്കുകളാണ്. പ്രിയപ്പെട്ടവരെ, ഏത് സമയത്തും നാം അനുഗ്രഹിക്കുന്നവരായിരിക്കണം. ആരെയും നാം ശപിക്കരുത്, ആരെയും നാം വേദനിപ്പിക്കരുത്, ആരെയും മുറിപ്പെടുത്തരുത്, ആരെയും തരം താഴ്ത്തി കാണരുത്. എല്ലാവരെയും ശ്രേഷ്ഠരായി എണ്ണിക്കൊള്ളുക. നമ്മുടെ ചിന്താഗതിയോട് അടുപ്പമില്ലാത്തവരെയും ശ്രേഷ്ഠരായി മാനിച്ചു കൊള്ളുക. ദൈവം അനുഗ്രഹിക്കും. നമ്മുടെ ചിന്താഗതിയോട് ചേർന്ന് വരാത്തവര്, നമ്മുടെ ആശയഗതിയോട് ഒത്തിണങ്ങി പോകാത്തവര്, അവരെയും മാനിക്കുക, അവരെയും ശ്രേഷ്ഠരായിട്ട് എണ്ണുക, അവരെയും ആദരിക്കുക, അവരെയും ബഹുമാനിക്കുക, അവരെയും അംഗീകരിക്കുക. നല്ലത്, ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കും. ജീവനുള്ള ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നാം അനുഗ്രഹിക്കുന്നവരാകുവാനാണ്. അനുഗ്രഹം മരിക്കാൻ കിടക്കുമ്പോൾ യാക്കോബിന്റെ നാവിൽ നിന്ന് ഊറി വരുന്നത് അനുഗ്രഹമാണ്. യാക്കോബിന്റെ നാവിൽ നിന്ന് ഇതാ കിനിഞ്ഞു വരുന്നത് അനുഗ്രഹത്തിലെ തേൻതുള്ളികളാണ്. അനുഗ്രഹത്തിന്റെ അമൃത്. ദൈവത്തിന്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഈ അമൃതധാര നമ്മുടെ ജീവിതത്തിൽ പകരുമ്പോൾ, ദൈവീക അനുഗ്രഹത്തിന്റെ അമൃതധാരയിൽ നാം കുളിർക്കുമ്പോൾ, അപ്പോൾ ജീവനുള്ള ദൈവത്തിന്റെ അത്ഭുതകരമായ ശക്തിയാണ് നമ്മിലേക്ക് ഇറങ്ങുന്നത്. നാം ദൈവത്തിന്റെ കരങ്ങളിൽ പ്രയോജനമുള്ളവരായി തീരുകയാണ്. ദൈവത്തിന് നമ്മെ ഉപയോഗിക്കാൻ സാധിക്കുകയാണ്. ദൈവത്തിന്റെ ഹിതം നമ്മിൽ നിറവേറ്റാൻ കഴിയുകയാണ്. ദൈവിക ഉദ്ദേശം നിറവേറ്റുവാൻ ദൈവം നമ്മെ ഉപയോഗിക്കുകയാണ്. ദൈവം കൂടെ ഇരിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചു. മാത്രമല്ല, ആത്മീയമായ ആ അനുഗ്രഹത്തിൻ്റെ കൂടെ ഇതാ മറ്റൊരു കാര്യം കൂടി അനുഗ്രഹിച്ചു. എന്താണ്? എൻ്റെ വാളും വില്ലും കൊണ്ട് ഞാൻ അമോര്യരുടെ കയ്യിൽ നിന്ന് പിടിച്ചടക്കിയ മലഞ്ചെരിവ് ഞാൻ നിന്റെ സഹോദരന്മാരുടെ ഓഹരിയിൽ കവിഞ്ഞതായി നിനക്ക് തന്നിരിക്കുന്നു. അപ്പൻ പറയുകയാണ്, മോനെ, നിനക്ക് നിന്റെ സഹോദരന്മാരെക്കാൾ കൂടുതൽ ഒരു അധിക പങ്ക് ഓഹരി ഞാൻ തരികയാണ്. ഇതൊരു മുഖപക്ഷമാണെന്ന് തോന്നാം. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം സ്വർഗീയ നിർണയമാണ്. നിത്യനായ ദൈവത്തിൻ്റെ നിർണയമാണ് ഈ കാര്യങ്ങളുടെ പിന്നിൽ. യാക്കോബ് ഇപ്പോൾ പറയുന്നതും യാക്കോബ് ഇപ്പോൾ ചെയ്യുന്നതുമെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ നിറവിലാണ്. വരാൻ പോകുന്ന കാര്യങ്ങൾ യാക്കോബ് മുൻകൂട്ടി കാണുകയാണ്. സംഭവിക്കാൻ പോകുന്നതെല്ലാം ദൈവപുരുഷൻ മുൻകൂട്ടി കാണുകയാണ്. യാബോക്ക് കടവിൽ വെച്ച് പഴയ മനുഷ്യൻ മരിച്ച് ഒരു പുതിയ ഇസ്രായേലായി മാറിയ ഈ യാക്കോബ് വരാനിരിക്കുന്ന കാര്യങ്ങൾ പ്രവചനത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയിൽ എല്ലാം മുൻകൂട്ടി കാണുകയാണ്. അത് കണ്ടുകൊണ്ട് യാക്കോബ് പറയുന്നത് അത് ദൈവീകമായ വാക്കുകളാണ്, ദൈവീകമായ ആലോചനയാണ്, ദൈവീകമായ ദൂതാണ്. എന്താണ് പറയുന്നത്? നിനക്ക് ഞാൻ വിശേഷാൽ ഒരു അനുഗ്രഹം തരുന്നു. ഏതാണ് തരുന്നത്? നാം കാണുന്നത് അങ്ങനെയാണ്. എൻ്റെ വാളും വില്ലും കൊണ്ട് ഞാൻ അമോര്യരുടെ കയ്യിൽ നിന്ന് പിടിച്ചടക്കിയ മലഞ്ചെരിവ് ഞാൻ നിന്റെ സഹോദരന്മാരുടെ ഓഹരിയിൽ കവിഞ്ഞതായി നിനക്ക് തന്നിരിക്കുന്നു. നിന്റെ സഹോദരന്മാരുടെ ഓഹരിയിൽ കവിഞ്ഞതായി നിനക്ക് ഞാനിതാ ആ മലഞ്ചെരിവ് തരുന്നു. അന്ന് ഞാൻ അധ്വാനിച്ച് നേടിയെടുത്തതാണ്. വാളും വില്ലും കൊണ്ട് പിടിച്ചടക്കിയതാണ്. അമോര്യ സൈന്യത്തിൻ്റെ കയ്യിൽ നിന്ന്, ശത്രു സൈന്യത്തിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ജയിച്ച് നേടിയതായ ഒരു വിജയത്തിൻ്റെ ചിഹ്നമുണ്ട്. ഓ എൻ്റെ സഹോദരങ്ങളെ, അപ്പൻ നേടിയ ജയം മക്കൾക്ക് പ്രദാനം ചെയ്യുന്നു. ദൈവത്തിന് സ്തുതി. അപ്പൻ നേടിയ ജയം, അപ്പൻ നേടിയെടുത്തൊരു ജയമുണ്ട്. ശത്രുവിനോട് പോരാടി നേടിയെടുത്ത ജയം, പൈശാചിക ശക്തിയോട് പോരാടി ദൈവവൈതലേ നീ നേടിയെടുക്കുന്ന ആത്മീയ ജീവിതത്തിന്റെ വിജയത്തിന്റെ ഔന്നത്യങ്ങൾ നിന്റെ മക്കൾക്ക് നീ പകർന്നു കൊടുക്കുക. ആത്മീയ മക്കൾക്ക് നീ പകർന്നു കൊടുക്കുക. ഭൗതികമായി ജഡീക സന്തതികൾക്ക് നീ പകർന്നു കൊടുക്കുക. അപ്പൻ നേടിയ ജയം, അമോര്യരുടെ കയ്യിൽ നിന്നപ്പൻ പിടിച്ചടക്കിയ മലഞ്ചെരിവ്, ശത്രുവായ അമോര്യർ, ശത്രു സൈന്യമായ അമോര്യർ പൈശാചിക ശക്തിയുടെ പ്രതീകമാണ്. പൈശാചിക ശക്തിയുടെ പ്രതീകമായ അമോര്യരുടെ കയ്യിൽ നിന്ന് ഞാൻ പിടിച്ചടക്കിയ ആ മലഞ്ചെരിവ് നിനക്ക് ഞാനിതാ ശാശ്വതാവകാശമായി വിശേഷവിധിയായി തരുന്നു. ഈ മലഞ്ചെരിവിനെ കുറിച്ച് പുതിയ നിയമത്തിൽ പ്രസ്താവനയുണ്ട്. പുതിയ നിയമത്തിൽ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മുടെ കർത്താവ് ശമരിയിലെ കിണറ്റരികിൽ ചെന്നതിനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. നമ്മുടെ കരുണയുള്ള കർത്താവ് ശമരിയിലെ കിണറ്റരികിൽ ചെന്നു. അവൻ ശമരിയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. അങ്ങനെ അവൻ സുഖാർ എന്നൊരു ശമരിയ പട്ടണത്തിൽ യാക്കോബ് തൻ്റെ പുത്രനായ യോസേപ്പിന് കൊടുത്ത നിലത്തിനരികെത്തി. അവിടെ യാക്കോബിൻ്റെ ഉറവുണ്ടായിരുന്നു. യാക്കോബ് തൻ്റെ പുത്രനായ യോസേപ്പിന് കൊടുത്ത നിലത്തിനരികെ കർത്താവ് എത്തി. തൻ്റെ പുത്രനായ യോസേപ്പിന് യാക്കോബ് ഒരു പ്രത്യേക നിലം കൊടുത്തിരുന്നു. പഴയ നിയമത്തിൽ
ഉൽപ്പത്തി പുസ്തകത്തിൽ 48-ാം അധ്യായത്തിൽ നാം കണ്ടതായ ആ മലഞ്ചെരിവുണ്ടല്ലോ, പുതുയുഗത്തിലേക്ക് വരുമ്പോൾ അത് കർത്താവായ യേശു അവിടെ ചെന്നിരുന്ന് 6 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ 5 ഭർത്താക്കന്മാരുമായുള്ള വിവാഹബന്ധം വേർപെടുത്തി, ഡൈവോഴ്സ്, അവിടെ വിവാഹബന്ധം വേർപെടുത്തി. ഇപ്പോൾ ഉള്ളവൻ ഭർത്താവല്ല, വിവാഹം നടന്നിട്ടില്ല, പക്ഷേ ഭർത്താവിനെ പോലെ ജീവിക്കുന്നു. അങ്ങനെ 6 പുരുഷന്മാരുമായി മാറി മാറി ബന്ധം പുലർത്തിയ ശമരിയ സ്ത്രീയോട് സംസാരിക്കാൻ യേശുക്രിസ്തു വഴിയാത്ര ചെയ്ത് ക്ഷീണിച്ച് തളർന്ന് ചെന്നെത്തിയത് യാക്കോബ് തന്റെ മകനായ യോസേഫിന് കൊടുത്ത നിലത്തിനരികെയാണ്. ശമരിയിൽ ആ കിണറ്റിനരികെ, ഉറവിനരികെ കർത്താവ് എത്തി. പ്രിയപ്പെട്ടവരെ, യാക്കോബ് തൻ്റെ മകനായ യോസേഫിനെ സ്നേഹിച്ച് അവന് ഈ മലഞ്ചെരിവ് അവകാശമായി കൊടുത്തു. യാക്കോബിന് തൻ്റെ മകനോട് അല്ലെങ്കിലും ഒരു പ്രത്യേക സ്നേഹമുണ്ടായിരുന്നു. 17 വയസ്സിന് മുൻപ് ഈ യൗസേപ്പ് അപ്പൻ്റെ കൂടെ ജീവിച്ച കാലമായിരുന്നു അവൻ്റെ 17-ാമത്തെ വയസ്സ് വരെയുള്ള കാലം. ആദ്യത്തെ 17 കൊല്ലം യാക്കോബിൻ്റെ കൂടെ, യാക്കോബിൻ്റെ ജീവിതത്തിലെ ഒടുവിലത്തെ 17 കൊല്ലവും യൗസേപ്പ് യാക്കോബിനോട് കൂടെ. ആദ്യം യൗസേപ്പിന്റെ 17-ാമത്തെ വയസ്സ് വരെ യൗസേപ്പ് യാക്കോബിനോട് കൂടെ വീട്ടിൽ. യാക്കോബിന്റെ ജീവിതാവസാനത്തിൽ 130-ാമത്തെ വയസ്സ് മുതൽ 147-ാമത്തെ വയസ്സിൽ മരിക്കുന്നത് വരെ 17 വർഷം ഈ യാക്കോബിനോട് കൂടെ യൗസേപ്പുണ്ട്. ആദ്യത്തെ 17 വർഷം യൗസേപ്പ് അപ്പൻ്റെ കൂടെ, ഒടുവിലത്തെ 17 വർഷം യൗസേപ്പ് അപ്പൻ്റെ കൂടെ. യൗസേപ്പിന് ഈ അപ്പന് യാക്കോബിന് ഒരു പ്രത്യേക വാത്സല്യം. 37-ാം അധ്യായം വായിക്കുമ്പോൾ 3-ാം വാക്യം ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: യോസേപ്പ് വാർദ്ധക്യത്തിലെ മകനാകൊണ്ട് ഇസ്രായേൽ എല്ലാ മക്കളിലും വെച്ച് അവനെ അധികം സ്നേഹിച്ച് ഒരു നിലയങ്കി അവന് ഉണ്ടാക്കിച്ചു കൊടുത്തു. അപ്പൻ തങ്ങളെ എല്ലാവരെക്കാളും അവനെ അധികം സ്നേഹിക്കുന്നുവെന്ന് അവൻ്റെ സഹോദരന്മാർ കണ്ടിട്ട് അവനെ പകച്ചു. ഇസ്രായേൽ എല്ലാ മക്കളിലും വെച്ച് യൗസേപ്പിനെ അധികം സ്നേഹിച്ച് ഒരു നിലയങ്കി അവന് ഉണ്ടാക്കിച്ചു കൊടുത്തു. സഹോദരങ്ങളെ, ആ നിലയങ്കി പറിച്ചുരിഞ്ഞെടുത്താണ് ഈ സഹോദരന്മാര് വർഷങ്ങൾക്ക് മുൻപ് യൗസേപ്പിന്റെ 17-ാമത്തെ വയസ്സിൽ ആ നിലയങ്കി പറിച്ചുരിഞ്ഞെടുത്താണ് യൗസേപ്പിനെ ഇസ്മായിൽ കച്ചവടക്കാർക്ക് വിറ്റത്. ഈ യൗസേപ്പ് അന്ന് നിലയങ്കിയില്ലാതെ അർദ്ധനഗ്നനായി ആ കച്ചവടക്കാരുടെ കൂടെ ഒരടിമ യുവാവായി പോകുകയായിരുന്നു. ആ നിലയങ്കി ഒരു മൃഗത്തെ കൊന്ന് അതിനെ ചോരയിൽ മുക്കി അപ്പനെ കാണിച്ചു കൊടുത്താണ് യൗസേപ്പിനെ ഏതോ ഒരു ദുഷ്ടമൃഗം പറിച്ചു കീറിപ്പോയി എന്ന് യാക്കോബ് തീരുമാനിക്കാൻ ഇടയായത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധിക്കൂ, അനുഗ്രഹത്തെ തടയാൻ ആർക്കും സാധ്യമല്ല. നിലയങ്കി അപ്പൻ കൊടുത്തതാണെങ്കിൽ ആ നിലയങ്കിയുടെ പിന്നിലുള്ള മനോഭാവത്തെ തടുക്കാൻ ആർക്കും സാധ്യമല്ല. സ്വർഗത്തിലെ ദൈവം ഒരുവനെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചാൽ ആർക്ക് തടുക്കാൻ സാധിക്കും? ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആഗ്രഹിക്കണം, എൻ്റെ കർത്താവേ, നീ എന്നെ അനുഗ്രഹിക്കണമേ. മകനെ, സ്വർഗത്തിലെ ദൈവം നിന്നെ ഉയർത്താൻ ആഗ്രഹിച്ചാൽ ആർക്ക് നിന്നെ താഴ്ത്താൻ സാധിക്കും? ആര് താഴ്ത്തിയാലും ദൈവം ഉയർത്തിയവനെ ആർക്കും താഴ്ത്താൻ സാധിക്കുകയില്ല. ആരെല്ലാം ഉയർത്തിയാലും ദൈവം ഉയർത്താത്തവനെ ആർക്കും ഉയർത്താനും സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ കൈ, ദൈവത്തിൻ്റെ കരം എപ്പോഴും നമ്മോട് കൂടെ ഇരിക്കണം. ദൈവമാണ് അനുഗ്രഹിക്കേണ്ടത്. അനുഗ്രഹം ദൈവത്തിൽ നിന്നാണ്. സകല നന്മകളും ദൈവത്തിൽ നിന്നാണ്. സകല അനുഗ്രഹങ്ങളും ദൈവത്തിൽ നിന്നാണ്. സകല കൃപാവരങ്ങളും ദൈവത്തിൽ നിന്നാണ്. സ്വർഗസ്ഥനായ പിതാവിൽ നിന്ന്, നിത്യ രാജാധിരാജാവായ യേശുവിൽ നിന്ന്, നിത്യ പരിശുദ്ധനായ പരിശുദ്ധ റൂഹായിൽ നിന്ന് ആണ് അനുഗ്രഹങ്ങളുടെ സമൃദ്ധി ഒഴുകുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ യാക്കോബ് പറയുകയാണ്, എൻ്റെ വാളും വില്ലും കൊണ്ട് ഞാൻ അമോര്യരുടെ കയ്യിൽ നിന്ന് പിടിച്ചടക്കിയ മലഞ്ചെരിവ് ഞാൻ നിന്റെ സഹോദരന്മാരുടെ ഓഹരിയിൽ കവിഞ്ഞതായി നിനക്ക് തന്നിരിക്കുന്നു. 17-ാമത്തെ വയസ്സിൽ യാക്കോബ് യൗസേപ്പിന് നിലയങ്കി ഉണ്ടാക്കിച്ചു കൊടുത്തു. ഇപ്പോഴിതാ യാക്കോബ് ഈ വാർദ്ധക്യത്തോടടുത്ത്, മരണത്തോടടുത്ത് കിടക്കുമ്പോൾ യൗസേപ്പിൻ്റെ നല്ല പ്രൗഢ ഗംഭീരമായ പ്രായത്തിൽ യൗസേപ്പിന് മലഞ്ചെരിവ് കൊടുക്കുന്നു. എന്താണ് ഈ മലഞ്ചെരിവ് കൊടുക്കുന്നതിൻ്റെ അർത്ഥം? അതിനുണ്ട് ആത്മീയ അർത്ഥം. 37-ാമത്തെ സങ്കീർത്തനം വായിക്കുമ്പോൾ കാണാം, നമ്മുടെ കർത്താവിൻ്റെ ഗിരിപ്രഭാഷണം വായിക്കുമ്പോഴും കാണാം. എന്താണ് ഈ മലഞ്ചെരിവിൻ്റെ അർത്ഥം? മലഞ്ചെരിവ് എന്തിനെ കാണിക്കുന്നു? ഈ ഭൂമി എന്തിനെ കാണിക്കുന്നു? നമുക്ക് വായിക്കാം. 37-ാം സങ്കീർത്തനം 3-ാം വാക്യം: യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തതയാചരിക്കുക, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക. അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. തുടർന്ന് വായിക്കുമ്പോൾ
11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണാം, എന്നാൽ സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും, സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും. ആർക്കാണ് ഭൂമിയെ കൈവശമാക്കാൻ കഴിയുന്നത്? എന്താണ് ഈ ഭൂമി എന്ന് പറയുന്നത്? ഭൂമിയിലെ ഇവിടെയുള്ള മലഞ്ചെരിവോ, ഇവിടെയുള്ള സ്വത്തോ, ഇവിടെയുള്ള പാടമോ, ഇവിടെയുള്ള കൃഷിസ്ഥലമോ, ഇവിടെയുള്ള എസ്റ്റേറ്റോ ഒന്നും അല്ല. എന്താണ് ഇതിൻ്റെ അർത്ഥം? സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും. നാം കർത്താവിൻ്റെ മലപ്രസംഗം വായിക്കുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെയും കാണുന്നുണ്ട്, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നാം കാണുന്നു 5-ാം വാക്യം, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ കൈവശമാക്കും. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഏതാണ് ഈ ഭൂമി? സഹോദരങ്ങളെ, അത് നിത്യ പുതുവാന ഭൂമിയാണ്. നിത്യമായ പുതിയ ആകാശം പുതിയ ഭൂമിയുമാണ്. അത് സ്വർഗഭൂമിയാണ്. അത് സ്വർഗത്തിലെ അവകാശമാണ്. സൗമ്യതയുള്ളവർ, എളിമയുള്ളവർ, താഴ്മയുള്ളവർ, വിനയമുള്ളവർ, ദൈവസന്നിധിയിൽ താഴുന്നവര്, ദൈവസന്നിധിയിൽ എളിമയുള്ളവര്, ദൈവത്തോട് ഭയവും ഭക്തിയുമായി വിറയലോട് വചനം കൈക്കൊള്ളുന്നവര്, അവര് സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. നിത്യസ്വർഗമാകുന്ന ഭൂമി, നിത്യസ്വർഗീയ അവകാശമാകുന്ന ഭൂമിയുടെ കൈവശാവകാശം ലഭിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നോക്കൂ, നാം വായിക്കുമ്പോൾ കാണാം, നാം ഇസ്രായേൽക്കാരുടെ യാത്ര വായിക്കുമ്പോൾ കാണാം, അവരെ ദൈവം മിസ്രയീമിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത് പാലും തേനും ഒഴുകുന്ന കനാനിലേക്കാണ്. അതിനെല്ലാം ആത്മീയമായ അർത്ഥങ്ങളുണ്ട്. അതെല്ലാം കേവലം നിഴലുകളാണ്, അതെല്ലാം കേവലം പ്രതീകങ്ങളാണ്. മരുഭൂമിയിൽ കൂടി അവർ നടത്തിക്കൊണ്ടു പോകുന്നു. അവരെ എത്തിക്കുന്നത് കനാനിലാണ്. കനാൻ അത് ഫലഭൂയിഷ്ടമായ ദേശമാണ്. അവിടം യോർദാനാറ് കടന്ന് കനാനിൽ പ്രവേശിക്കുന്നു. അവിടം ഫലപുഷ്ടിയുള്ള സ്ഥലമാണ്. അവിടെ നല്ല വിളവെടുപ്പുള്ള സ്ഥലമാണ്. അവിടെ മുന്തിരിത്തോട്ടങ്ങൾ പിടിപ്പിച്ചാൽ നല്ല കനത്ത മുന്തിരിയുടെ വിളവ് കിട്ടുന്ന സ്ഥലമാണ്. അവിടെ ഒലിവ് തോട്ടങ്ങളും അവിടെയുള്ള അത്തിമരത്തോപ്പുകളും അവിടെയുള്ളതായ ഗോതമ്പ് വയലുകളും എല്ലാം സമൃദ്ധമായ വിളവെടുപ്പിന് ഉതകുന്ന പ്രദേശങ്ങളാണ്. ഈ കനാനിൽ ഇസ്രായേൽക്കാർ എത്തിച്ചു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? എന്താണ് ഇതിൻ്റെ അർത്ഥം? നിത്യഫലസമൃദ്ധിയിലേക്ക് ദൈവം നമ്മെ എത്തിക്കുമെന്ന്. ഇതെല്ലാം താൽക്കാലികമായ പാർപ്പിടം. ഇവിടെ ഭൂമി കൈവശമാക്കുമെന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ ഭൂമി വാങ്ങിക്കുമെന്നല്ല അതിൻ്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, 1 സെൻറ്റ് ഭൂമി പോലും സ്വന്തമായിട്ടില്ലാത്തവർ നിത്യസ്വർഗീയ ഭൂമിയിൽ കൈവശാവകാശം ലഭിക്കുമെന്ന് ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇവിടെ ഭൂമിയില്ല, ഇവിടെ സ്വന്തം പാർപ്പിടമില്ല, ഇവിടെ സ്വന്തം വീടില്ല. ഇവിടെ വാടക വീട്ടിലാണ് കിടക്കുന്നത്. വാടക വീട്ടിൽ വാടക കൊടുക്കാൻ മാർഗമില്ല. ഇതാ എന്ത് ചെയ്യും? വരുമാനമില്ല. കടം കയറി കൂടിയിരിക്കുകയാണ്, കടത്തിൽ മുങ്ങിയിരിക്കുകയാണ്. വീട് വിറ്റതാണ്. കഴിഞ്ഞ ദിവസം ഒരാളിനോട് പറഞ്ഞു, സാറേ 8 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു, 8 ഏക്കർ ഭൂമിയും വിറ്റു. എന്താ വിറ്റത്? സാറേ അത് ഞാൻ തന്നെയാണ്, ഞാനാ കാരണം. എന്തു പറ്റി? മദ്യപിച്ചു സാറേ, മദ്യപിച്ചെല്ലാം കളഞ്ഞു, കുടിച്ച് എല്ലാം മുടിച്ചു, ഒന്നും ബാക്കിയില്ല. വീടോ? സാറേ വീടും വിറ്റു. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് താമസിക്കുന്നത്? ഞാനും എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. വാടക വീട്ടിൽ. സാറേ, ഞാൻ സാറിനോട് പറയട്ടെ, വാടക വീട്ടിൽ താമസിക്കുന്നെങ്കിലും ഇപ്പോൾ ഞങ്ങൾക്ക് വാടക കൊടുക്കാൻ മാർഗമില്ല, വരുമാനം ഒന്നുമില്ല. പിന്നെ എങ്ങനെയാണ് ജീവിക്കുന്നത്? ചോദിച്ചാൽ അത് പറയാൻ അറിയാൻ പാടില്ല, അങ്ങ് ജീവിച്ചു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, എത്രയോ ആളുകൾ സ്വന്തം വീടില്ല, സ്വന്തം കിടപ്പാടമില്ല, സ്വന്തം ഭൂമിയില്ല. ഒരു ചെറിയ വാഴ നട്ട് വാഴക്കൊല വെട്ടാൻ സ്വന്തം ഭൂമിയില്ല. ഒരു തൈ വാഴ നടാൻ ഭൂമിയില്ല. ഒരു തെങ്ങ് വയ്ക്കാൻ ഭൂമിയില്ല. സ്വന്തമായിട്ട് പച്ചക്കറി കൃഷി ചെയ്യാൻ ഭൂമിയില്ല. സ്വന്തമായിട്ട് ഈ ഭൂമിയിൽ ഒന്നുമില്ല. മകനെ, നീ കർത്താവായ യേശുവിൻ്റെ സ്വന്തമായി കഴിയുമ്പോൾ യേശുവിൻ്റെ സ്വത്തെല്ലാം അതിൻ്റെ അവകാശം നിനക്കായി മാറും. നീ വിശ്വസിക്കുന്നു? യേശുവിൻ്റെ സ്വത്ത് ഏതാണ്? യേശുവിൻ്റെ സ്വത്ത് നിത്യസ്വർഗം. യേശുവിൻ്റെ സ്വത്ത് ഏതാണ്? അത് നിത്യസ്വർഗീയ സ്നേഹം. യേശുവിൻ്റെ സ്വത്ത് ഏതാണ്? അത് നിത്യസ്വർഗീയ വിശുദ്ധി. യേശുവിൻ്റെ സ്വത്ത് ഏതാണ്? അത് നിത്യസ്വർഗീയ സമാധാനം. യേശുവിൻ്റെ സ്വത്ത് ഏതാണ്? അത് നിത്യസ്വർഗീയ ശാന്തി. സഹോദരങ്ങളെ, ഇത് നിങ്ങൾക്ക് സ്വത്തായിട്ട് കിട്ടിയോ? ഈ സ്വത്ത് ഇവിടെ വെച്ച് നിങ്ങൾ സമ്പാദിക്കണം. സ്വർഗീയ സന്തോഷം, സ്വർഗീയ സമാധാനം, സ്വർഗീയ ശാന്തി, സ്വർഗീയമായ ആഹ്ലാദം, ആനന്ദം, അലതല്ലുന്നതായ സ്വർഗീയമായ അനുഭൂതികൾ ഇവിടെ വെച്ച് നാം സ്വായത്തമാക്കണം, ഇവിടെ വെച്ച് നാം സ്വന്തമാക്കണം. പ്രിയപ്പെട്ടവരെ, ഇവിടെ വെച്ച് പാപം മാറണം. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, പാപം മാറുമ്പോഴുള്ള സൗഖ്യം, പാപം മാറുമ്പോഴുള്ള
സമാധാനം, പാപചിന്തകൾ മാറുമ്പോഴുള്ള സുഖം, പാപത്തിന്റെ അഴുക്ക് വികാരങ്ങൾ മാറുമ്പോഴുള്ള സൗഖ്യം, അത് പറഞ്ഞറിയിക്കാൻ വയ്യ പ്രിയരെ. നിങ്ങളുടെ ജീവിതത്തിൽ പാപം മാറുമ്പോഴുള്ള ശാന്തി, പാപം വിട്ടുമാറുമ്പോഴുള്ളതായ സമാധാനം, പാപം മാറുമ്പോഴുള്ള ഉല്ലാസം നിങ്ങൾ കരഗതമാക്കണമേ, നിങ്ങൾ സ്വന്തമാക്കണമേ, അത് നിങ്ങളുടെ കൈവശം എത്തണമേ. അതാണ് സ്വർഗീയ ഭാഗ്യം. അങ്ങനെ ഈ ഭൂമിയിൽ പാപം വിട്ട് സ്വർഗീയ അവകാശം പ്രാപിക്കും ദൈവവൈതൽ കടന്നു ചെല്ലുമ്പോൾ, ഇവിടെ കയറി വരുവീൻ എന്നുള്ള ശബ്ദം കേട്ട് കടന്നു ചെല്ലുമ്പോൾ, അപ്പോൾ സ്വർഗീയ രാജാധിരാജന്റെ സന്നിധാനത്തിൽ ചെന്ന് ആ ആണിപ്പാടേറ്റ തൃപ്പാദം മുത്തിക്കൊണ്ട് സ്വർഗീയ നിത്യപിതാവിനെ സ്തുതിച്ചുകൊണ്ട് വിശുദ്ധന്മാരുടെ നിരയിൽ നിന്ന് ആഹ്ലാദത്തോടെ ആനന്ദാനുഭവത്തോടെ അവനെ ആരാധിക്കുവാൻ ദൈവം നമുക്ക് നിത്യാരാധനയുടെ സ്വർഗം തുറന്നു തരികയാണ് പ്രിയരെ. ഇതുവരെ നിങ്ങൾക്കത് ലഭിച്ചുവോ എന്ന് ഞാൻ വിനയപൂർവ്വം നിങ്ങളോട് ചോദിക്കുകയാണ്. ഇതുവരെ ഈ സ്വർഗീയ അവകാശം നിങ്ങൾക്ക് ലഭിച്ചുവോ? സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ കൈവശമാക്കും. സങ്കീർത്തനം 37 കണ്ടത്. എന്നാൽ സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും, സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും. ദാനിയേൽ പ്രവാചകൻ ശുശ്രൂഷ കഴിഞ്ഞു. ശ്രേഷ്ഠമായ ശുശ്രൂഷയാണ് ചെയ്തത്. അനുഗ്രഹീതവും ധന്യവുമായ ശുശ്രൂഷയാണ് ചെയ്തത്. ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം കർത്താവ് പറഞ്ഞു, ഇപ്പോൾ ദാനിയേലേ, നിൻ്റെ ശുശ്രൂഷ ഈ ഭൂമിയിൽ തീർന്നിരിക്കുന്നു. നിനക്കിനി വിശ്രമിക്കാം, നിനക്കിനി നിത്യവിശ്രമത്തിലേക്ക് പോകാം, നിനക്കിനി വിശ്രമിക്കാം. നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നിൻ്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12 13 നീ ദാനിയേലേ, ഇപ്പോൾ ദാനിയേലേ പൊയ്ക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. ഇവിടെ ഒരു ഓഹരിയും കിട്ടിയില്ല. അപ്പന് വീതിക്കാൻ എന്തെങ്കിലും ഉണ്ടായിട്ട് വേണ്ടേ ഓഹരി തരാൻ? അപ്പന് സ്വത്തില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ ദാനിയേലേ, നീ ഒരു കാര്യം പറഞ്ഞുകൊള്ളൂ, നീ കാലാവസാനത്തിങ്കൽ വിശ്രമം കഴിഞ്ഞ് നീ എഴുന്നേറ്റ് വരും, നീ ഉയർത്തെഴുന്നേൽക്കും. കാലത്തിൻ്റെ അവസാനത്തിൽ നീ ഉയർത്തെഴുന്നേറ്റ് വരും. കാലത്തിൻ്റെ അവസാനത്തിൽ നീ ഉത്ഥാനം പ്രാപിക്കും. അന്ന് കാലാവസാനത്തിങ്കൽ നിനക്ക് നിന്റെ ഓഹരി ലഭിക്കും, നിന്റെ ഷെയർ കിട്ടും. നീ പൊസഷൻ ഉള്ളവനായി തീരും. സ്വർഗീയ ഷെയർ നിനക്ക് കിട്ടും. നീയും വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഈ ഓഹരിയുടെ അവകാശം കിട്ടിയോ? സ്വർഗത്തിൻ്റെ ഓഹരിയുടെ അവകാശം. ഇന്നിവിടെ കണ്ണുനീരാണ്, ഇന്നിവിടെ രോഗമാണ്, ഇന്നിവിടെ വേദനയാണ്, ഇന്നിവിടെ യാതനയാണ്, ഇന്ന് എതിർപ്പുകളുണ്ട്, ഇന്ന് തെറ്റിദ്ധാരണകളുണ്ട്, ഇന്ന് അവഗണനകളുണ്ട്, ഇന്ന് പരിഹാസം ഏൽക്കേണ്ടി വരുന്നുണ്ട്, ഇന്ന് ഇല്ലാത്തത് പറഞ്ഞുള്ള കിംവദന്തികൾ പ്രചരിക്കുന്നുണ്ട്. എൻ്റെ ദൈവമേ, ഇന്ന് താങ്ങാനാവാത്ത വേദനാ വിഷയങ്ങളുണ്ട്. എന്നാൽ മകനെ, നിനക്ക് വേണ്ടി സ്വർഗീയ അവകാശം നിത്യനാഥൻ ഒരുക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് റോമർക്കെഴുതിയ ലേഖനം 8 അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഈ കഷ്ടങ്ങൾ സാരമില്ല പ്രിയരെ. ഇവിടെയുള്ള വേദനകൾ സാരമില്ല, ഇവിടെയുള്ള പ്രാരബ്ധങ്ങൾ സാരമില്ല, ഇവിടെയുള്ള പരാധീനതകൾ സാരമില്ല, ഇവിടെയുള്ളതായ ബദ്ധപ്പാടുകൾ സാരമില്ല, ഇവിടെയുള്ളതായ വേദനാ വിഷയങ്ങൾ, പ്രശ്നങ്ങൾ സാരമില്ല. വലിയൊരു തേജസ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഒരു ഓഹരി നമുക്ക് ദൈവം വെച്ചിരിക്കുന്നു. നീയും വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. സഹോദരങ്ങൾ, നമുക്ക് വേണ്ടി സ്വർഗം ഒരു ഓഹരി കരുതി വെച്ചിരിക്കുന്നു. നാം നമ്മുടെ ജീവിതത്തിൽ ഈ ഓഹരി ഇവിടെ വെച്ച് അവകാശമായി നേടേണ്ടതാണ്. കർത്താവായ യേശു നമുക്ക് നേടിത്തന്ന ഈ ഓഹരി കർത്താവായ യേശുവിന്റെ ക്രൂശ് മരണത്തിലാണ് നമുക്ക് ലഭിച്ചത്. ആ ക്രൂശ് മരണത്തിലാണ് യേശു നമുക്കായി നേടിത്തന്നത്. ക്രൂശിൽ അവിടുന്ന് മരിച്ചതിനാൽ, അവിടുത്തെ തിരുരക്തം ചിന്തിയതിനാൽ, അവിടുത്തെ ദിവ്യജീവൻ വെടിഞ്ഞതിനാൽ ഈ ഓഹരി നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഈ ഷെയർ നമുക്ക് കിട്ടിയിരിക്കുന്നു. യേശുക്രിസ്തുവിൽ സകല സ്വർഗീയ നിക്ഷേപങ്ങളും നമുക്ക് ലഭിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിൽ സ്വർഗീയ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്നു. സ്വർഗീയ നൽവരങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിൽ എല്ലാ അനുഗ്രഹവും നമുക്ക് ലഭിച്ചിരിക്കുന്നു. മകനെ ഭാരപ്പെടേണ്ട, മകളെ പ്രയാസപ്പെടേണ്ട. നിന്റെ കണ്ണുനീര് തോരുന്നൊരു നാളുണ്ട്, നിന്റെ വേദനകൾ തീരുന്നൊരു നാളുണ്ട്, നിന്റെ ഹൃദയനൊമ്പരങ്ങൾ നിത്യരാജാധിരാജൻ ഒപ്പിയെടുക്കുന്നൊരു ദിവസമുണ്ട്. ഇന്ന് നീ അവനെ വിളിക്കുവീൻ, ഇന്ന് നീ അവനെ കാണുവീൻ, ഇന്ന് നീ അവനെ എതിരേൽക്കുവീൻ, ഇന്ന് അവന്റെ കരങ്ങളിലേക്ക് നിന്നെ തന്നെ കൊടുക്കുവീൻ. അവനായി നിന്റെ ജീവിതം നീ വിട്ടുകൊടുക്കുവീൻ. അവകാശം തരുന്നവൻ
സ്വന്തമാക്കിയവൻ, അവകാശത്തിന് ഉടമയായവൻ, അവകാശം തരുവാൻ ശക്തനായവൻ ഇന്ന് നിന്റെ അരികിലേക്ക് വന്നിരിക്കുകയാണ്. നീ എവിടെ ഇരിക്കുന്നുവോ അവിടം വരെയും ഗോകുൽത്തായിൽ മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുകയാണ്. 3 ആണികളിൽ ക്രൂസിൽ തൂങ്ങിയവൻ നിന്റെ അരികത്ത് വന്നിരിക്കുകയാണ്. നിന്നെ സ്നേഹവായ്പോടെ നോക്കുകയാണ്. അവൻ നിന്റെ ഹൃദയത്തിലേക്ക് ഉറ്റുനോക്കുകയാണ്. അവൻ നിന്നെ ആശ്വസിപ്പിക്കാൻ കരം നീട്ടുകയാണ്. അവന്റെ ആണിപ്പാടുള്ള കരം നിന്റെ നേരെ നീട്ടിക്കൊണ്ട് നിന്റെ അനുവാദം ചോദിച്ചു നിൽക്കുകയാണ്. മകനെ, നീ പാപത്തോട് യാത്ര പറയുമെങ്കിൽ, ഈ ലോകം വെറുമയായി കാണുമെങ്കിൽ, ഇവിടെയുള്ള പ്രതാപങ്ങളെല്ലാം താൽക്കാലികമെന്നും എല്ലാം ക്ഷയിക്കുന്നെന്നും എല്ലാം മാറിപ്പോകുന്നെന്നും നീ അറിയുന്നുവെങ്കിൽ, എങ്കിൽ ഇപ്പോൾ യേശുവിന്റെ കരം നിന്റെ ശിരസിൽ വെക്കും. ആ കരം നിന്റെ ശിരസിൽ വെക്കുമ്പോൾ നിന്റെ പാപങ്ങൾ മാറുന്നത് നീ അനുഭവിച്ചിട്ട് യേശുവിനെ നീ സ്തുതിക്കാൻ തുടങ്ങും. അതാണ് വിശുദ്ധ സ്തുതി, അതാണ് വിശുദ്ധിയുടെ ആരാധന, അതാണ് ആത്മീയമായ തേജസ്, അതാണ് സ്വർഗീയമായ നൽവരം. അതിനുവേണ്ടി ആർക്കെല്ലാം ആഗ്രഹമുണ്ട്? ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിൽ ഇന്ന് ഈ സമയത്ത് യേശുവിലേക്ക് നിങ്ങളുടെ കരങ്ങൾ ഉയർത്തുവീൻ. യേശുവിലേക്ക് നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് യേശുവോട് പറയുവീൻ, യേശുവേ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക. എന്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക. യേശുവിന് നിങ്ങളുടെ ഹൃദയം തുറന്ന് വാക്ക് കൊടുക്കുവീൻ. യേശുവിനായി നിങ്ങളുടെ ഉള്ളം തുറക്കുവീൻ. യേശുവിനോട് വാക്ക് പറയുവീൻ, യേശുവേ, ഇന്നു മുതൽ ഞാൻ പുതിയ സൃഷ്ടി. എന്റെ കരുണയുള്ള കർത്താവേ, വാഴ്ത്തപ്പെട്ട ദൈവമേ, ഈ സമയം കരങ്ങൾ ഉയർത്തിയിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഓരോരുത്തരുടെയും കരങ്ങളിൽ അവിടുത്തെ ആണിപ്പാടുള്ള കരം പിടിക്കണമേ കർത്താവേ. രോഗങ്ങൾ സൗഖ്യമാക്കണമേ കർത്താവേ. വേദനകൾ മാറ്റണമേ, ആകുലങ്ങൾ നീക്കണമേ, അവലാദികൾ നീക്കണമേ, സമാധാനം പകരണമേ, നിത്യസ്വർഗീയ അവകാശത്തിന് വേണ്ടി ഒരുക്കണമേ, നിത്യമലൻ ചെരിവുകൾ അവകാശമായി തരണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ.